പറക്കാനായി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറക്കണില്ല. ഇതാണ്ടില്ലേ എൻ്റെ അമ്മ വന്നു കണ്ടില്ലേ? കണ്ട നമ്മളടുത്ത് വന്നപ്പോൾ ഇതിനെ എടുത്തുകൊണ്ട് പറക്കാനാണ് ആഗ്രഹിക്കുന്നത്, കണ്ടില്ലേ? പക്ഷെ ഒറ്റയ്ക്ക് പറ്റില്ല. ഒരു 2 കിളികളെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ 2 കിളി വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? അടുത്ത് വന്നു. ഞാൻ അതിനെ എന്തെങ്കിലും ചെയ്യും പറഞ്ഞിട്ടാണ് പിന്നെ പറന്നു പോകുന്നത്, കണ്ടില്ലേ? ഇപ്പം വിടുന്നില്ല. ബക്കോ, നീ എന്താണ്? വേണ്ട, ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇവനിവിടെ അതിൻ്റെ അമ്മ കാണിച്ചു തരാട്ടോ, നോക്കിക്കോ. കണ്ടില്ല, നോക്കിക്കോ. ഇപ്പോൾ കത്തും, കാണുന്നുണ്ടോ? അടുത്ത് പോയത് പറന്നു പോകും, കണ്ടോ? ഇത് ഇവിടെയുണ്ട്. അത് ആ ഭാഗത്ത്. നോക്കണാണ്ടില്ലേ? കണ്ട? ഇനി എന്താണ് നിനക്ക് വേണ്ടത്? പണ്ട് ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കണ്ട. അതെടുത്തിട്ട് പോണെങ്കിൽ പൊയ്ക്കോട്ടെ. ഇപ്പം നോക്കൂടെ വെക്കോ, ഇനി നോക്കണ്ട, പോട്ടെ. വെക്കോ, ആരാ ക്ലീൻ അടിക്കാൻ പറഞ്ഞ്? നീ സങ്കടപ്പെട്ടൊരു കാര്യമുണ്ടാ? നീ സങ്കടപ്പെട്ടൊരു കാര്യമുണ്ട്, അത് പറ. നീ ഇത്രയും ചെയ്തിട്ട് അത് അവിടെ നിന്ന് പോകണേ ഇല്ല. ആ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ, അതിൻ്റെ അമ്മയാണ്. ഇന്ന് ശരിയാക്കി തരാമെന്നാണ് പറയണത്. അത് ഇനി മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങടെ നോക്കിയിട്ട് എന്നെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഇന്ന് ശരിയാക്കും. അതന്നെ കാര്യം. കൂട്ടിനകത്ത് ആര് വന്നാലും ഇവന് ഇഷ്ടമല്ല. അങ്ങനെ ഒരു ദിവസം കൂട്ടിനകത്ത് വന്ന ഒരു കിളിയെ ഇവനെ ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ചില്ല, ഒന്ന് ചെറുതായി തട്ടി. തട്ടിക്കഴിഞ്ഞ് കിളി അവിടെ ആ റോസ് കൊമ്പിലിരിക്കുന്നുണ്ട്. അതാദ്യം ഈ ഭാഗത്തായിരുന്നു ഇരുന്നിരുന്നത്. ഇവൻ തട്ടി, പക്ഷെ നടക്കാൻ വയ്യാതെ ഇവൻ്റെ കയ്യിൽ കെട്ടി അതിന് വെറുതെ വിടില്ല. അങ്ങനെ തട്ടിയിട്ട് കുറച്ച് ചെറുതായി പറപ്പിച്ചിട്ടാണ് പിന്നെ ഇവിടെ കൊണ്ട് അത് നിൽക്കുന്നത്. ഈ സംഭവം അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ തൊടാൻ അയക്കില്ല. അത് പറന്ന് പിടിച്ചത് റോസ് കൊമ്പിലാണ്. റോസ് കൊമ്പിൽ കുടുങ്ങിയിട്ടാണോ ഇനി ചാടാൻ പറ്റുന്നില്ല, ഒന്നും പറക്കാൻ പറ്റുന്നില്ല. തൊടാൻ വന്ന അതിൻ്റെ അച്ഛനും അമ്മ ഇത്ര നേരം കത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊടാൻ അയക്കുന്നില്ല. നമ്മൾ അത് ശരിക്കും പേടിച്ചിട്ടിരിക്കുകയാണ്. വേണ്ട, കത്തുന്നുണ്ട്. ഇത്ര നേരം അവരുടെ അച്ഛനും അമ്മയും കത്തിക്കൊണ്ടിരുന്നതാണ്. പോകുന്നുമില്ല. പിന്നെ ബുദ്ധിമുട്ടാണ് പറക്കാനായിട്ട്. കണ്ടോ, ശ്രമിക്കുന്നുണ്ട്. അതിൽ തന്നെ പിടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. റോസ് കൊമ്പിലാണ്, അത് മുള്ളുമുണ്ട്. പക്ഷെ ഇവന് തൊട്ട പ്രശ്നമാവുമോ എന്നാണ്. ഇല്ലെങ്കിൽ ഇവനെ തൊട്ട് പറപ്പിച്ചു കൂടായിരുന്നു. ഇപ്പം എന്താ ചെയ്യുക? പറക്ക്. കണ്ട നമ്മളെ എതിരാളിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ പക്ഷി പറക്കാതിരിക്കുന്നത്. എതിരാളിയാണെന്ന് വിചാരിച്ചിട്ട്. സംഭവം ഇവനാണ് ആള്. കണ്ടിട്ടേ, ഇവനാണ് നമ്മുടെ ആള്. ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ ഇരിക്കുന്ന കണ്ടിട്ടേ. എനിക്ക് വല്ല പാമ്പിനെയോ വേറെ എന്തിനെയൊക്കെ ചാടി പിടിച്ചൂടെ? പക്ഷെ കൂട്ടിനകത്ത് ആര് വന്നാലും അറിയാലോ അവൻ്റെ വീടാണ്. അത് ആരായാലും പിന്നെ
ചാടിക്കോ. ഇപ്പം നീയാണ് ഇപ്പം എന്താ പറ്റാൻ. എന്താ നോക്കണതിൻ്റെ അർത്ഥം? അങ്ങനെ തന്നെ പറക്കാനായി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറക്കണില്ല. ഇതാണ്ടില്ലേ അല്ല, അമ്മ വന്നു വേണ്ടില്ലേ. കണ്ട നമ്മളടുത്ത് വന്നപ്പോൾ ഇതിനെ എടുത്തുകൊണ്ട് പറക്കാനാണ് ആഗ്രഹിക്കുന്നത്, കണ്ടില്ലേ. പക്ഷെ ഒറ്റയ്ക്ക് പറ്റില്ല. ഒരു 2 കിളികളെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ 2 കിളി വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ല. അടുത്ത് വന്നു. ഞാൻ അതിനെ എന്തെങ്കിലും ചെയ്യും പറഞ്ഞിട്ടാണ് പിന്നെ പറന്നു പോകുന്നത്, കണ്ടില്ല. ഇപ്പം വിടുന്നില്ല. ബക്കോ, നീ എന്താണ്? വേണ്ട. ശബ്ദം കേൾക്കുന്നുണ്ടോ? വേണ്ട. അങ്ങനെ അത് വേറെ കിളികളെ വിളിക്കണമെന്നോ അതിൻ്റെ കൂടെയുള്ളവരെ വിളിക്കണമെന്നോ അറിയില്ല. എങ്ങനെയും ഇതിനെ അങ്ങോട്ട് പിടിച്ച് എന്നിട്ട് ഒറ്റയ്ക്ക് താങ്ങൂല ഭാരവേ. നേരത്തെ 2 പേരും കൂടെ ഈ കൊമ്പിൽ ഇരിക്കണ്ടായിരുന്നു. അമ്മയും അച്ഛനും കൂടെ വന്നിട്ട് ഈ കൊമ്പിലിരുന്നിട്ട് ഇത് നോക്കുന്നുണ്ടായിരുന്നു. സത്യമായിട്ടും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ആ സീനറി എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അത് പറന്നും പോയി. അവരെ ആളുകളെ കണ്ടുവെച്ച് അവർ കുഞ്ഞിനെ എടുക്കില്ല എന്ന് തോന്നുന്നു. നേരത്തെ ഉള്ളിൽ പോയായിരുന്നു, പിന്നെ അകത്ത് വന്നത് കുറേ അകത്ത് പോയിരുന്നു നോക്കി, പക്ഷെ ഇത് കുഞ്ഞിനെ എടുക്കുന്നില്ല. പതിയെ എടുക്കും വിചാരിക്കും. നോക്കാലോ നമുക്ക്. താഴെ നിന്ന് മേലേക്ക് എത്തിയിട്ടുണ്ട് ആള്. ഇതാ കത്തുണ്ട്. ഇനി ഒരു കുടുംബമായി ചേർന്ന് എന്താ കത്തുന്നുണ്ട്. ഇനി അപ്പം അമ്മക്കിളി വന്നിട്ട് കുടുംബമായിട്ട് ഇനി ഇരിക്കും. അപ്പോൾ ശരി. പറക്കാൻ തുടങ്ങിയതോ. അപ്പം നമ്മളതിനെ പറപ്പിച്ചിട്ടൊക്കെ ആ ഭാഗത്തോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മക്കിളി കാണുകയെന്ന് വെച്ചാൽ അതിനെ എടുത്തുകൊണ്ട് പോകും തോന്നുന്നു. ആ ഭാഗത്ത് ആയിട്ടുണ്ട്, നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ആള്. ഓക്കെ, ബൈ.